സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷവും ഇരട്ട വോട്ടുകൾ എന്ന് കണ്ടെത്തൽ 6000-ലധികം വോട്ടർമാർക്കാണ് ഇരട്ട വോട്ട്. മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പൈൻ കോഡ് IT സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റേതാണ് കണ്ടെത്തൽ. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മാത്രം 256 പേർക്ക് ഇരട്ട വോട്ടുകളുണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഡിഫറെൻറ്റ് ബൂത്തുകളിലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള അതേ ഐഡൻറ്റി കാർഡുള്ള ആൾക്ക് അതേ ഐഡൻറ്റി കാർഡ് നമ്പർ വെച്ചിട്ട് അടുത്ത നിയറസ്റ്റ് മണ്ഡലത്തിലും വോട്ടുള്ളതായിട്ട് ഒരുപാട് പേരുണ്ട്. ടോട്ടൽ 12098 കണ്ടത് ഡബിൾ. അതായത് ഏകദേശം 6000-ഓളം ആളുകൾ ഉണ്ടാവും. അതിൽ 2ഉം 3ഉം ഉണ്ടാവും. പക്ഷേ 2ആണ് ഏറ്റവും കൂടുതൽ. മോസ്റ്റ്ലി കോഴിക്കോട് നോർത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കുന്നമംഗലത്താണ്. പിന്നെ കളമശ്ശേരി, ബേപ്പൂർ അങ്ങനെ പോകുന്നു. ഏറ്റവും കുറവുള്ളത് വേങ്ങരയാണ്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, വലിയൊരു കണ്ടെത്തലാണ്, പ്രത്യേകിച്ചും SARന് ശേഷവും ഇരട്ട വോട്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതേസമയം നമുക്കറിയാം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് തന്നെ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു പ്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് അവസാനമായി അതിൻ്റെ ഒരു വോട്ടർ പട്ടിക പുറത്തു വന്നത്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്പൈൻ കോഡ് IT സൊല്യൂഷൻസ് എന്ന സ്ഥാപനം നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം ഇരട്ട വോട്ടുകൾ സംസ്ഥാനത്തുണ്ട് എന്ന കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. അതിൽ 12098 ഇരട്ട വോട്ടുകളാണ് ഉള്ളത്. അത് 6000-ലധികം വരുന്ന വോട്ടർമാർക്കാണ് അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടാകുക. അതിൽ 2 വോട്ടുകളും 3 വോട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് അവരുടെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടുകൾ ഉള്ളത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ്. അവിടെ 256 പേർക്ക് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ കുന്നമംഗലത്ത് 185, കളമശ്ശേരിയിൽ 166, ബേപ്പൂരിൽ 159. ഏറ്റവും കുറവ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉള്ള ആളുകളുള്ളത് വേങ്ങര മണ്ഡലത്തിലാണ്. അവിടെ 23 പേർക്ക് മാത്രമാണ് അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉള്ളത്. അതായത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അത്തരത്തിൽ ആളുകൾക്ക് ഇരട്ട വോട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇരട്ട വോട്ടുകളുള്ള ആളുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് അതിൻ്റെ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഒരു സാമ്പിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ബിജു ആർ എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിന്റെ ID കാർഡ് നമ്പർ എന്ന് പറയുന്നത് AFJ 0015834 എന്നതാണ് അദ്ദേഹത്തിന്റെ ID കാർഡ് നമ്പർ. അദ്ദേഹത്തിന്റെ ഗാർഡിയൻ നെയിം ജാനമ്മ എന്നതാണ് അദ്ദേഹത്തിന്റെ ഗാർഡിയൻ നെയിം ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തറയിലെ 15-ാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട്. സമാന രീതിയിൽ തന്നെ തൊട്ട് സമീപത്ത് തന്നെ മണ്ഡലമായിട്ടുള്ള പിറവത്തെ 1-ാം നമ്പർ ബൂത്തിലും അദ്ദേഹത്തിന് വോട്ട് വരുന്നുണ്ട്. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിലായിട്ടാണ്, അതായത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലുള്ള ആൾക്കും കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലും വോട്ട് വരുന്നു. അങ്ങനെ നിരവധി ആളുകൾക്ക് 12000-ലധികം ഇരട്ട വോട്ടുകൾ ആ നിലയിൽ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതായത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച സ്പൈൻ കോഡ് IT സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം നമുക്കറിയാം, സംസ്ഥാനത്ത് നേരത്തെ മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി അവരുടേതായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സംവിധാനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുമാത്രമല്ല, അവർ ഇത്തരത്തിൽ കഴിഞ്ഞ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ആപ്പ് നിർമ്മിച്ച് നൽകുകയും അവർക്ക് ധനസമാഹരണത്തിലുള്ള ആപ്പ് നിർമ്മിച്ച് നൽകുകയും കോൺഗ്രസിന്റെ ആപ്പ് നിർമ്മിച്ച് നൽകുകയും ചെയ്തു നൽകിയ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അത്രത്തോളം വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധന നടത്തുകയും 12000-ലധികം വരുന്ന ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു നടപടി അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ടതുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളും മറ്റ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ലക്ഷ്യം. പക്ഷേ അത് പൂർണ്ണ തോതിൽ സഫലീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കണ്ടെത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിന്റെ ഒരു സാധ്യതയായി, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ വരാനുള്ള ഒരു കാരണമായി സാധ്യതയായി ഈ പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് ഈ ഒരേ മണ്ഡലത്തിൽ അല്ലെങ്കിൽ വിവിധ മണ്ഡലത്തിൽ, ഇപ്പോൾ കോഴിക്കോട് നോർത്തിലും കോഴിക്കോട് സൗത്തിലും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് അതാത് BLOമാർ അതാത് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ടാകാം. അവരോട് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ ഇത്തരത്തിൽ, അതായത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ വെരിഫിക്കേഷൻ നടത്തുമ്പോൾ ഇവിടെയും അയാൾക്ക് വോട്ടുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തുന്നു, ബന്ധുമിത്രാദികളെ കണ്ടെത്തുന്നു, മാതാപിതാക്കളെ കണ്ടെത്തുന്നു. അപ്പോൾ ആ നിലയിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ അവിടെ പൂർത്തിയാകുന്നു. കോഴിക്കോട് സൗത്തിലാണെങ്കിൽ ആ നിലയിലുള്ള പരിശോധന അവിടെയും പൂർത്തിയാകുന്നു. അപ്പോൾ അതൊരു ക്രമക്കേടല്ല, പക്ഷേ ആ രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിശോധന പൂർത്തിയാക്കാത്തതിൻ്റെതായിരിക്കാം ആ ഒരു ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് ഈ പരിശോധനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും 12000-ലധികം വരുന്ന ഇരട്ട വോട്ടുകൾ സംസ്ഥാനത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതുമാത്രമല്ല, 6000-ലധികം ആളുകൾക്കാണ് ഈ ഇരട്ട വോട്ടുകൾ ഉണ്ടാവുക. അത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷവും ഇരട്ട വോട്ടുകൾ എന്ന് കണ്ടെത്തൽ. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.